ചങ്ങായി പറഞ്ഞ് 24 കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ നമ്മളെ നാടിനെ അപമാനിക്കുന്ന ആ സിനിമയെ സപ്പോർട്ട് ചെയ്ത സംഗി സാബു പ്രസാദിന നമ്മൾ അൻസാരി ഉസ്താദും ആശ്മിയും കൂടി കണ്ടം വഴി ഓടിച്ച് ഇന്ന് നമ്മളെ കോടതി വരെ ആ സിനിമ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ എടുത്തിട്ട് കൊടഞ്ഞെന്ന് പറഞ്ഞാൽ കൊടഞ്ഞങ്ങ് ചാടി. ആ സമയത്താണ് ഈ സംഖ്യ അടക്കം കുറച്ച് സംഖ്യകള് ആ സിനിമയെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ആദ്യം തന്നെ ഈ ചർച്ചയിൽ നമ്മൾ ആശ്മി ഈ സാബു പ്രസാദിന കണ്ടം വഴി ഓടിക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യം കാണാം. ഷാബു പ്രസാദ് ഇവിടെ ദുരന്തം സിനിമയുണ്ട്, അത് കഴിഞ്ഞ പ്രൊപ്പണ്ട സിനിമയാണ്, ഇതിന്റെ സിനിമയാണ് കണ്ടുപിടിക്കാം എന്നാൽ അതിൽ പ്രൊപ്പണ്ട ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒന്നാം കേരള സ്റ്റോറി ഞാൻ കണ്ടതാണ്. 4 ചവറുപടം എന്തെങ്കിലും നല്ല ഒന്നുമില്ല, സിനിമാറ്റോഗ്രാഫി അങ്ങേറ്റ വഷൾ സാധനം, ഈ ഡയലോഗ് അങ്ങേറ്റ വഷൾ, ഒരു 4 ചവറുപടം ആ പടത്തിന് കേന്ദ്ര പ്രസാദ് പോട്ടെ. ആ പടത്തിലടക്കം താങ്കൾ വലിയ പ്രൊമോഷൻ കൊടുത്തു, വരുന്നു കേരള സ്റ്റോറി എന്ന് താങ്കൾ വലിയ പ്രൊമോഷൻ കൊടുത്താണ്. രണ്ടാം കേരള സ്റ്റോറിക്കും വരുന്നു പ്രൊമോഷൻ കൊടുത്തല്ലേ ഷാബു? നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ്, എത്ര സില്ലി ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റിയെ കാണുന്നത്. ഇല്ല നമ്മുടെ കേരളം സോഷ്യൽ മീഡിയ കണ്ടാൽ നമ്മൾ തിരിച്ചെടുക്കും, നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിന് പുറത്ത് കേരളം ഒരു മഹാഭീകര സംസ്ഥാനമാണ്. കേരളത്തിൽ ദുഃഖം സംഭവിക്കില്ല, ഒരു തത്വമില്ല, ആൾക്കാർ തിരിച്ചെടുക്കും. കേരളത്തിന് പുറത്ത് കേരളം ഒരു ഭീകര സംസ്ഥാനമാണ്. അത് തിന്മയുടെ ഇപ്പോഴത്തെ പോയിന്റാണ്. എനിക്ക് നേരത്തെ അനുഭവമാണ്, തൂലോ പാകിസ്ഥാനിയെ എന്ന് ഒരാൾ പറഞ്ഞ് നേരത്തെ അനുഭവമാണ്. നിങ്ങളുടെ കള്ള പ്രപഞ്ച രാഷ്ട്രപക്ക പച്ചക്കള്ളം പറഞ്ഞ രാഷ്ട്രപക്ക ഒരു കാര്യമുണ്ട്. അപ്പം ഈ നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ 136 കോടി ജനങ്ങളും ബാക്കിയുള്ളത് മുഴുവനും ഈ പറഞ്ഞ പോലെ ഒരു സിനിമ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗാൻഡ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങ് എന്താണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന മതേതരത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് ഭീകരന്മാരാണ്, ഭീകര ചിന്താഗതിക്കാരാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു നോക്കുന്നത്. ഒരു സിനിമയല്ല, കേരള സ്റ്റോറിയാണ്, ഒന്നാം കേരള സ്റ്റോറിയാണ്, രണ്ടാം കേരള സ്റ്റോറിയാണ്. ഇവിടെ കർണാടകത്തിൽ നോക്കൂ കേരളം അതുപോലെ ഞങ്ങൾ ജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? 80-20 പറഞ്ഞിട്ടില്ലേ? എന്തൊക്കെ പറഞ്ഞു സംഘ നേതാക്കൾ ഈ കേരളത്തെ തിന്മയുടെ സംസ്ഥാനം കാണിക്കാൻ എളുപ്പത്തിലാണ് കേരളത്തോട് പറയുന്നത്. അടങ്ങ്. അതായത് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ഭാഷയുടെ ഇൻട്രോയിലടക്കം നിങ്ങളെ ഇവിടുത്തെ ചാനൽ ഇവിടെ ഈ ചാനലിന്റെ ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടില്ലേ ഉത്തരേന്ത്യ ഭീകര സംസ്ഥാനം ഇതാണ് അത് ഭീകര ഭരണമാണ് എന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പറയാറില്ലേ? ഈ അവകാശം പറയുന്നതാണ് നിങ്ങൾക്ക് മാത്രമല്ല ഹാഷ്മി. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങളടക്കം ഹാഷ്മിയും ഹാഷ്മിയുടെ ഈ നിങ്ങളുടെ ഈ 24 പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഗുജറാത്ത് ഭീകരഭരണമാണ്, അവിടെ മരണത്തിന്റെ വ്യാപാരിയാണ്, വ്യാപാരികളാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ നിങ്ങൾ വളരെ ശക്തമായ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ പ്രചരണം നടക്കുന്നുണ്ട് ഹാഷ്മി. അപ്പൊ ഈ അവകാശം വായിലും നിങ്ങൾക്ക് മാത്രമല്ല സംസ്ഥാനങ്ങൾ മോശമാണ് ചിത്രീകരിക്കാൻ പറഞ്ഞ ഒറ്റ വ്യാജവാർത്ത ഈ കേരള സ്റ്റോറി കളർ പോലെ അങ്ങനെ വാർത്തയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. വാർത്തയെ വളച്ചൊടിച്ച് നിങ്ങളുടെ സൗകര്യത്തിന് പ്രചരണം നടത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഈ രാജ്യം 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഒരുപാട് ക്രൈമുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ആ സംസ്ഥാനത്തിന്റെ കുറ്റമാണ് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ കുറ്റമാണ് എന്ന് പറയുന്നതാണ് പ്രൊപ്പഗാൻഡ. ഒന്നാം കേരള സ്റ്റോറി ഗംഭീര സിനിമയാണ് കാണുന്നു ഇല്ല ഹാഷ്മി ഇതൊരു ഫീച്ചർ സിനിമയാണ്, ഡോക്യുമെന്ററി അല്ല. കല എന്നാൽ അത് കള്ളമാണ്. കലയ്ക്കകത്ത് ഭാവന ഉണ്ടാകും, പല അസംഷൻസ് ഉണ്ടാകും, ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ഉണ്ടാകും. ഞാൻ എന്ത് വിളിക്കണമെന്ന് ഞാനല്ലേ ഹാഷ്മി ഞാൻ പടം കണ്ടിട്ടില്ല, പടം കാണാതെ ഞാൻ പടത്തിനെ പറ്റി അഭിപ്രായം പറയുകയില്ല. ഒരു കാര്യം കൂടി. ഈ നാട്ടിലെ സാക്ഷാൽ വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, മഹാബലിക്ക് ഒരു കത്ത് എന്നാണ് കവിതയുടെ പേര്. അന്ന് ചവതയും പൂണൂലുമായി വന്ന് മണ്ണുദാനം വാങ്ങി വഞ്ചിച്ച വാമനൻ വിഷ്ണുവാണത്രേ മഹാവിഷ്ണു ഞാനിത് നുഷ്ണിച്ച് കത്തി ജ്വലിച്ചു പോയി കണ്ണുകൾ. ഇവിടെ വയലാർ രാമവർമ്മ എഴുതിയ കവിതയാണത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് പ്രൊപ്പഗാൻഡയല്ലേ? പടം വരട്ടെ. ഈ കേരള സ്റ്റോറി എന്തിനാണ് പേരിട്ടത്? അവർക്ക് സൗകര്യമുള്ളൂ. നിങ്ങൾ കണ്ട സ്വന്തം നാടന കുറ്റം പറഞ്ഞ സിനിമയെ ഈ നാറിയ സംഘി സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഡയലോഗ് അടിക്കുന്ന ഇവന്റെ സംഘിലാണ് എമ്പുരാൻ സിനിമക്കെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ. ലാസ്റ്റ് എത്രമാത്രം കട്ട് ചെയ്തിട്ടാണ് സെൻസർ ബോർഡ് ആ സിനിമ കാണിക്കാൻ വിട്ടത്. എന്നിട്ട് ഇവര് സംഘിലുണ്ടാക്കിയ ഒരു കൂതറേന്റെ മുകളിൽ കൂതറ ആ സിനിമക്കെതിരെ സംസാരിക്കുമ്പോ ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഡയലോഗ് അടിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ അൻസാരി ഉസ്താദ്, നമ്മളെല്ലാമായി അൻസാരി ഉസ്താദ് ഈ സാബു പ്രസാദിനെ അവിടെ ഇരുത്തി നാറ്റിക്കുന്നുണ്ട്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ വായി ഭക്ഷണം കുത്തിരി കൊടുക്കാറുണ്ട്. ആൾക്കാർ കുഞ്ഞുങ്ങൾക്കാണ് അവർ ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ അവിയലോ അല്ലെങ്കിൽ ആവശ്യമുള്ള പ്രോട്ടീൻ ഒന്നും കഴിക്കില്ല. അപ്പൊ പിന്നെ നിർത്തിയില്ല, നിർത്തിയുള്ളൂ, ചെയ്യും.
ഇവിടെ ശ്രീ രാഹുൽ പറയുന്നു ഇവിടെ ശ്രീദേവ് നമ്പൂതിരി എന്ന ആളുടെ ഹർജിയിലാണ് ഇവർക്ക് ആ മുന്നേറ്റ ടീസർ പിൻവലിക്കേണ്ടി വന്നത്. കോടതി നടത്തുന്നതാണ് കോടതി ബോധ്യപ്പെട്ടാലും ശ്രീ അൻസാരി ഞാൻ ഈ പറയുന്ന ശ്രീദേവ് നമ്പൂതിരി പാവമനുഷ്യനാണ്, ഒരു ഒതുങ്ങി ആക്ടിവിസ്റ്റ് ഒന്നും പാവമനുഷ്യൻ. ശ്രീദേവ് നമ്പൂതിരി കോടതിയിലേക്ക് ഈ സിനിമ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് പോയെങ്കിൽ കേരളം ഭദ്രമാണ്. ശ്രീ അൻസാരി ഈ കാമാക്കിനൊക്കെ ഇവിടെ ഒന്നും വർക്കൗട്ടാവില്ല. ഈ ചർച്ച കാണുമ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, നമ്മൾ ഇതിനെ അതിജീവിച്ചിട്ടുണ്ട്. 2014 മുതൽ ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്ലീസർ മാത്രം നോക്കിയാൽ മതി. കേരള ബീഫ് വായി കുത്തി കയറ്റിക്കൊടുക്കുന്ന സംഭവം നിഷ്പക്ഷമായി ശ്യാമ പ്രസാദ് ഈ ചാനൽ ചർച്ചയിലെ കഴിഞ്ഞ് സ്വതന്ത്രമായി രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യത്തെ ഒന്ന് അനലൈസ് ചെയ്യണം. എവിടെയെങ്കിലും വൈരാഗ്യ ബുദ്ധിയോട് ഇനി പോട്ടെ, ഒരു സ്വബോധമില്ലാത്ത ഒരു ഭ്രാന്തനായ ഒരു മുസൽമാൻ, അയാൾക്ക് സ്വബോധമില്ലാതെങ്കിലും ഏതെങ്കിലും ഒരു ബീഫ് കഴിക്കാത്ത മനുഷ്യന്റെ വായിലേക്ക് ബീഫ് കുത്തി കയറ്റിയ ഒരു സംഭവം ജന്മഭൂമിയിലെങ്കിലും ജനജീവിയിലെങ്കിലും ഒരു വാർത്ത വന്നത് ശ്യാമ പ്രസാദ് സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സംഭവമില്ല. ഈ ബീഫും മുസൽമാനുമായിട്ട് എന്ത് ബന്ധം? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അനുവർത്തിക്കാനുണ്ട്? ഇസ്ലാം ബീഫോട് എന്ത് ബന്ധം? പലപ്പോഴും അങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇസ്ലാമിൽ ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരം ഹലാലാവണം മാത്രമേ ഉള്ളൂ. ചുറ്റുപാടത്തുള്ളവരൊക്കെ കഴിക്കുന്ന ഹലാലാകണം, അങ്ങനെ ആക്കണം എന്നൊരു നിർബന്ധമില്ല. അവൻ കഴിക്കുന്നത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയതും അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവർ വകവെച്ച് കൊടുത്തതുമായ ആഹാരം കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരാൾ വായി കുത്തിക്കയറ്റി കൊടുക്കലോ അല്ലെങ്കിൽ മറ്റൊരാളെ പന്നിമാംസം അതിന്റെ ചർച്ച വന്ന പന്നിമാംസം എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ പന്നിമാംസം കഴിക്കുന്നതോ ആരെങ്കിലും വായി കുത്തിക്കയറ്റി അല്ലെങ്കിൽ ആരെങ്കിലും ഈ പന്നിമാംസം കഴിച്ചതിൽ ആക്രമിക്കുകയോ ഇവിടെ സ്റ്റാൻഡ് ഇടാൻ പാടില്ല, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും പ്രശ്നം നമ്മുടെ കേരളത്തിൽ ലോകത്തിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ട്. ദുബായിലൊക്കെ പല മാളുകളിലും പന്നിമാംസം അനുവദിയുമാണ്, അവർക്ക് കഴിക്കുന്ന ആളുകൾ ഉപയോഗിക്കാമല്ലോ ഇസ്ലാമിക് കൺട്രീസ് വരെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നന്നായി പോകുന്ന ഒരു നാട്ടിൽ പച്ചക്കള്ളം പറഞ്ഞ് പരിപ്പിച്ച് സമൂഹത്തിനിടയിൽ വലിയൊരു വെറി ഉണ്ടാക്കുന്നത് വഴി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രണ്ടാമത് ഈ കേരള സ്റ്റോറിയുടെ സന്ദേശം മതപരിവർത്തനമാണ് നമ്മുടെ ഈ ചർച്ച. നോക്കൂ, നിങ്ങൾ RSS പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘടന 100 വർഷമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് തടയിടാൻ ആത്മീയമായ രൂപത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ല. ഈ തെറ്റിദ്ധാരണ, ഈ കള്ളം ശ്യാമ പ്രസാദ് പോലും അറിയാം ഇത് 100% കള്ളമാണ് എന്നുള്ളത്. ബീഫ് കുത്തിക്കയറ്റി കൊടുക്കുക കേരളത്തിലെ ഹിന്ദു മതം സ്വീകരിക്കണം എന്നൊരാൾ പറഞ്ഞു വിചാരിക്കുക, അയാൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഞാൻ തൊഴിൽ വിചാരിക്കുക, അയാൾക്ക് എന്നെ ഹിന്ദു വിശ്വസിക്കാൻ പറ്റും? ഇനി ഇരിക്കുന്ന രാഹുൽ ഈശ്വരൻ ഞാൻ സോപ്പിട്ട് പല ആളുകളെ പറഞ്ഞു പിന്നീട് ഭീഷണിപ്പെടുത്തി നിങ്ങൾ നിസ്കരിക്കണം പറഞ്ഞു. നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ശ്രീകൃഷ്ണനും മറ്റു ഭഗവാന്മാരും അങ്ങനെ മുസ്ലിമാകുക. വിശ്വാസം എന്ന മനുഷ്യന്റെ ഹൃദയത്തിലുള്ള സംഗതി. പിന്നെ ഒരു മനുഷ്യൻ ഒരു നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്ന സാധനം തന്നെ അപ്രസക്തമാണ്, അടിസ്ഥാനരഹിതമാണ്. അതുപോലും നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിശൂന്യമായ അഭിപ്രായം മനസ്സിലാവും. പിന്നെ 3 പേര് രാഹുൽ ഈശ്വരൻ പറഞ്ഞ വിഷയമാണ്. 3 പേര് നമ്മുടെ നാട്ടിൽ നിന്ന് ശ്രീയിലേക്ക് പോയെന്ന് പറയുന്നു. ഈ നാട്ടിൽ നിന്ന് പല ആളുകളും പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരികളായ 2 പെൺകുട്ടികളും ഒരു യുവാവും കൂടി ഉത്തരാഖണ്ഡിൽ പോയി. തിരുവനന്തപുരം മോക്ഷം കിട്ടുമെന്ന് ഒരു ജോലിയിൽ പറഞ്ഞ സ്ഥാനത്ത് അവിടെ പോവുകയും സൂയിസൈഡ് ചെയ്യുകയും പിന്നീട് ആ വാർത്ത ഭയങ്കര സംഭവം നമ്മുടെ ചാനലിലേക്ക് വന്നു. പക്ഷേ ഒരു ദിവസം ആഴ്ച അതുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടൈം ഓഫ് ഇന്ത്യ കൊടുത്തൊരു വാർത്ത, മധ്യപ്രദേശിൽ മാത്രം 1.25 ലക്ഷം സ്ത്രീകളാണ് മിസ്സിംഗ്. അതിൽ 50,000 പേരെ കുറിച്ച് ഒരു വിവരമില്ല. ഡൽഹിയിൽ 15 ദിവസത്തിനിടെ 800 പെൺകുട്ടികളാണ് മിസ്സായിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പല കൂടുതൽ അങ്ങനെ പെൺകുട്ടികൾ മിസ്സാകുന്നുണ്ട്. ഇവിടെ 3 പെൺകുട്ടികൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊരു മതത്തിന്റെ തലയിൽ വരുന്ന എങ്ങനെയാണ് മനസ്സിലാകുന്നില്ല. അത് ഇവിടെ മുസ്ലിം സമൂഹം മുഴുവൻ ഉത്തരവാദിത്തം പറയണം. മുസ്ലിങ്ങളാണ് അതിന്റെ പ്രതി. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് 2 പെൺകുട്ടി വരാൻ കുട്ടിയാണ്, അവരാരും പോയിട്ടില്ല. ഇങ്ങനെ ഇത്രയും ഇവിടെ പോകാതിരിക്കുന്നവർക്ക് ചർച്ച ചെയ്യണ്ടേ? പോകാതിരിക്കുന്നവർക്ക് പോകാതിരിക്കാൻ കാരണം ഉണ്ടല്ലോ, അതും ചർച്ച ചെയ്യപ്പെടണമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്നവർ ഇവിടെ സമാധാനത്തോടെ എക്കാലത്ത് ജീവിക്കണം ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും 1-2 വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കാൻ വേണ്ടി ഒരു അപകട സൃഷ്ടിക്കുക. ആ അപകട സൃഷ്ടിക്കൽ മാത്രമല്ല സിനിമ കൊണ്ടുവരുന്നു. നിങ്ങൾ ക്രിയാത്മകമായി മനുഷ്യരോട് മഹനീയമായി എന്തെങ്കിലും പറഞ്ഞ് ഈ സമൂഹത്തെ ഏകീകരിക്കാൻ കഴിയും. ഇപ്പോൾ ഏകതാ സമ്മേളനം നടക്കുന്ന RSS എന്തെങ്കിലും നന്മ പറഞ്ഞിട്ട് ആ സമൂഹത്തെ ഉദ്ധരിക്കാൻ കഴിയും. മുസ്ലിം വരുന്നു, നിങ്ങൾ സൂക്ഷിക്കണം. മുസൽമാൻ നമ്മുടെ പെൺകുട്ടികൾ തട്ടിക്കൊണ്ട് പോകുന്നു. മീനച്ചിൽ മീനച്ചിൽ 1000 പെൺകുട്ടികളാണ്. എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? മീനച്ചിൽ 3 പെൺകുട്ടികൾ വിട്ടുണ്ടോ? മീനച്ചിൽ അൻസാരി ഉസ്താദ് അവിടുന്ന് വയറ് നിറയെ കൊടുക്കുമ്പോഴല്ല ഷാഹു പ്രസാദ് ചത്ത പോലെ അവിടെ കിടക്കുന്നു. ഷാഹു പ്രസാദെ കുറച്ച് ഉളുപ്പുന്നാണോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉളുപ്പുന്നാണോ പറഞ്ഞെങ്കിൽ ഈ ചർച്ചക്ക് വരുമായിരുന്നോ? ഒരിക്കലും വരൂല. ഇനി അഥവാ ആ ചർച്ചക്ക് വന്നെന്ന് വെച്ചോ, വന്നു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? എന്റെ നാടിനെ മോശമായിട്ട് പറഞ്ഞ ഈ സിനിമയെ ഞാൻ ഒരിക്കലും അംഗീകരിക്കൂല എന്നല്ലേ പറയേണ്ടത്? എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഒന്നുമില്ല, ഈ കേരളം അയാളെ സ്വന്തം നാട് തന്നെയല്ലേ. സംഖ്യക്ക് അതൊന്നും ഒരു വിഷയമില്ല. വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വിഷയമില്ല. ഇനി കേരളത്തിനെ കുറ്റം പറഞ്ഞൊന്നും കുഴപ്പമില്ല. അവരെ വീട്ടുകാരെ കുറ്റം പറഞ്ഞാൽ അവരെന്താ പറയാ, അതൊന്നും കുഴപ്പമില്ല. അതിന്റെ കൂടെ നിങ്ങൾ കേരളത്തിനെയും കുറ്റം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല എന്നാണ് ഈ സംഖ്യകൾ പറയാം. ഇനി എന്തൊക്കെ പറഞ്ഞില്ല, കോടതി ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. കോടതി സിനിമ നാളെ കാണും, കണ്ടിട്ട് തീരുമാനം എടുക്കാനാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ ഒരു സംഭവത്തോടു കൂടി ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലായി കേരളത്തെ കുറിച്ച് എന്ത് വൃത്തികേടും പറഞ്ഞില്ലേ കേരളക്കാർ അടങ്ങി ഒതുങ്ങി ഇരിക്കൂലെന്ന് സംഖ്യക്ക് മനസ്സിലായി. ഇനി ഏതൊരു വൃത്തികെട്ട സംഖ്യയും ഇനി കേരളത്തെ കുറിച്ച് വേണ്ടാത്ത ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ 1000 വട്ടം ഒരു 10,000 വട്ടം ആലോചിക്കും. എന്ത് പറയും? വേണ്ട, നമ്മളിനി കേരളത്തെ കുറിച്ച് മോശം പറയാനേ ഇല്ല എന്ന് പറയും. കാരണം ഈ സിനിമയുടെ സംവിധായകൻ നിർമ്മാതാവുണ്ടല്ല, ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടല്ല, തുറക്കാൻ വരെ കഴിയാത്ത അവസ്ഥയിലാണ്. അമ്മാതിരി അറ്റാക്കാണ് മലയാളികൾ അവിടെ അക്കൗണ്ടിലേക്ക് നടത്തുന്നത്. നമ്മൾ മലയാളികൾ പല കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ കേരളത്തിന്റെ മേലെ ആരെങ്കിലും വന്നിട്ട് വൃത്തികേട് പറ്റുന്നെങ്കിൽ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് പോരാടും. പക്ഷെ സംഖ്യകൾ ഉണ്ടാവില്ല കേട്ടോ, സംഖ്യകൾ നമ്മൾ അതിനകത്ത് കൂട്ടുന്നേ ഇല്ല. സംഖ്യകളല്ലാത്ത എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി സ്വന്തം നാട്ടിൽ വേണ്ടി പോരാടാനുണ്ടാവും. എന്നാലും ഷാഹു പ്രസാദെ കുറച്ച് ഉളുപ്പ്, ഇച്ചിരി ഉളുപ്പ് അതുപോലും നിനക്ക് ഇല്ലാണ്ടായി പോയല്ല. എന്നാ പിന്നെ തൽക്കാലം നിർത്തുന്നു. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.